ഒരു മിനറൽ വാട്ടർ 620, ഒരു ജീരോ സോഡ 630 ആയുള്ളൂ. ഐസ്ക്രീം വേണ്ടേ? അതുപോലെ ഒരെണ്ണം, ഒരു ചിക്കൻ പാർസൽ. ഗൈസ്, ഇന്ന് നമ്മളൊരു ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ. ട്രിപ്പിളൊക്കെ അടിച്ചിട്ടാണ് പോക്കും. വെറും ബിരിയാണി അല്ല, മാഞ്ഞാലി ബിരിയാണി. SNGSൽ പഠിച്ചുകൊണ്ട് തന്നെ മാഞ്ഞാലി ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വികാരമാണ്. അപ്പം നേരെ നമ്മൾ നാസ് സെൻറ്ററിൽ പോയിട്ട് ഹാഫ് ബിരിയാണി ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് മാത്രം പപ്പടം കിട്ടില്ല, അവർക്ക് രണ്ടുപേർക്കും പപ്പടം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സങ്കടം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഏതെങ്കിലും ഒരു ബിരിയാണി കടയിൽ കയറിയിട്ട് ബിരിയാണി കഴിക്കലാണ് പതിവ്. നമ്മൾ എല്ലാ കടയിൽ നിന്നും ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നാസ് സെൻറ്റർ ആണ് കേട്ടോ. കൂടുതലും ഞങ്ങൾ വൈകിട്ടാണ് ബിരിയാണി കഴിക്കാനായിട്ട് ഒരു കൊതി വരുന്നത്. അപ്പം നേരെ ഇവിടെ വന്നിട്ട് ഒരു ഹാഫ് ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്യും. അതിൽ 2 ചിക്കൻ പീസ് ഉണ്ടാവും കേട്ടോ. പിന്നെ അത്യാവശ്യം റൈസും ഉണ്ടാകും. അത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നല്ലപോലെ ഫില്ലാകും. വേണമെങ്കിൽ ഫുൾ ബിരിയാണി വാങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ റൈസും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ 2 പേരൊക്കെ വരാണെങ്കിൽ ഒരു ഫുള്ളും ഹാഫും വാങ്ങിച്ചിട്ട് എക്സ്ട്രാ റൈസ് വാങ്ങിച്ചിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് സാലഡും അച്ചാറും അതുപോലെ പുളിയിഞ്ചിയും പപ്പടവും ഉണ്ടാവും കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് ഇത്. ശരിക്കും ഇപ്പോൾ വന്നപ്പോൾ ഒരു നൊസ്റ്റു ഫീൽ ആയിരുന്നു. ഫ്രണ്ട്സൊക്കെ ഒത്തു വന്ന് ഒരുമിച്ചിരുന്ന് കഴിച്ചപ്പോൾ. മാഞ്ഞാലി ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിക്കൻ ഫ്രൈഡ് ആയിട്ടാണ് വെക്കുന്നത്. പിന്നെ ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ട് ഓർഡർ അനുസരിച്ചിട്ട് ആദ്യം ചിക്കൻ ഇടും, അതിൻ്റെ മേലെ റൈസ് ഇട്ടിട്ടാണ് കേട്ടോ ഇവർ സെർവ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ഇപ്പം അങ്ങനെ വന്നിരുന്ന് കഴിക്കാറില്ല. ബിരിയാണി കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് പാഴ്സൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാണ് കഴിക്കാറ്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. കഴിക്കാത്തവരുണ്ടെങ്കിൽ വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ തവണ ഞങ്ങൾക്ക് കഴിക്കാൻ വന്നപ്പോൾ തോന്നിയ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് അങ്കമാലി മാഞ്ഞാലി റൂട്ടിൽ റോഡ് സൈഡ് ആയിട്ട് തന്നെയാണ് ഈ ബിരിയാണി സെൻറ്റർ വരുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.